നമ്മൾ നീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ഒരുപക്ഷെ കോടതിയും നിയമങ്ങളുമൊക്കെയാവും അല്ലേ? എന്നാൽ ഈ വിഷയത്തെ അടിമുടി മാറ്റിമറിച്ച രണ്ട് ചിന്തകരുണ്ട്: ജോൺ റോൾസും ഡോക്ടർ ബി.ആർ. അംബേദ്കറും. ഇതിൽ ഒരാൾ ഒരു സാങ്കല്പിക ലോകമുണ്ടാക്കി അവിടെ ഇരുന്ന് നീതിയെക്കുറിച്ച് ചിന്തിച്ചു. മറ്റൊരാളാവട്ടെ നമ്മുടെ യഥാർത്ഥ ലോകത്തിലെ അനീതികളോട് നേർക്കുനേർ നിന്ന് പൊരുതി. ഇവരുടെ ഈ രണ്ട് കാഴ്ചപ്പാടുകളും ഒരു മികച്ച സമൂഹത്തിലേക്ക് നമ്മളെ എങ്ങനെയാണ് നയിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒരു ചെറിയ ആലോചനയിൽ നിന്ന് തുടങ്ങാം. സങ്കൽപ്പിക്കുക, നിങ്ങൾക്ക് ഒരു പുതിയ സമൂഹം ആദ്യം മുതൽ ഡിസൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുണ്ടാക്കുന്ന ആദ്യത്തെ നിയമം എന്തായിരിക്കും? എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ കൊടുക്കുമോ? അതോ കൂട്ടത്തിൽ ഏറ്റവും പിന്നോട്ട് നിൽക്കുന്നവരെ ആദ്യം സംരക്ഷിക്കുമോ? ഈയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ. കാരണം നമ്മുടെ ഇന്നത്തെ മുഴുവൻ ചർച്ചയുടെയും കാതൽ ഇതുതന്നെയാണ്. അപ്പോ എന്താണ് ഈ നീതി എന്ന് പറയുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ അത് ന്യായമാണ്. അതായത് ഒരു കളിയുടെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുന്ന ഒരു അവസ്ഥ. ഓരോരുത്തർക്കും അവർക്കർഹമായ അവകാശങ്ങളും അവസരങ്ങളും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റം. ശരിയല്ലേ? ഇത് കൃത്യമായി നടന്നില്ലെങ്കിൽ ഒരു സമൂഹത്തിനും സമാധാനത്തോടെ മുന്നോട്ടു പോകാൻ പറ്റില്ല. ഈ നീതി എന്ന് പറയുന്നത് ഒരൊറ്റ ആശയമല്ലാട്ടോ. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് ന്യായം തന്നെ. അതായത് ആരോടും പ്രത്യേകിച്ചൊരു ചായ്വ് കാണിക്കാതിരിക്കുക. പിന്നെ വരുന്നത് സമത്വമാണ്. എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ, ഒരേ അവസരങ്ങൾ. അതുപോലെ പ്രധാനമാണ് സ്വാതന്ത്ര്യം. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. എല്ലാത്തിനും മുകളിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നുറപ്പിക്കുന്ന നിയമവാഴ്ച. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നീതി എന്ന ആശയം പൂർണ്ണമാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ആദ്യത്തെ ചിന്തകനായ ജോൺ റോൾസിന്റെ ലോകത്തേക്കൊന്ന് പോയി നോക്കാം. റോൾസ് നീതിയെ സമീപിച്ചത് ഒരു കിടിലൻ ചിന്താ പരീക്ഷണത്തിലൂടെയാണ്. അതായത് തിയറിയിൽ ഏറ്റവും പെർഫെക്റ്റായ, ഏറ്റവും ന്യായമായ ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. റോൾസിന്റെ ഈ ചിന്ത തുടങ്ങുന്നത് ഒരു സാങ്കല്പിക സാഹചര്യത്തിൽ നിന്നാണ്. അദ്ദേഹം അതിനെ പ്രാരംഭനില അഥവാ ദ ഒറിജിനൽ പൊസിഷൻ എന്ന് വിളിച്ചു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു പുതിയ ലോകത്തിനു വേണ്ട നിയമങ്ങളുണ്ടാക്കാൻ നമ്മളെല്ലാവരും ഒരു റൂമിലിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റുണ്ട്. ആ റൂമിലിരിക്കുന്ന ആർക്കും അറിയില്ല പുറത്തിറങ്ങുമ്പോൾ താൻ ആരായിരിക്കും, തന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും. ഈയൊരവസ്ഥയെയാണ് റൂൾസ് അജ്ഞതയുടെ മറ എന്ന് വിളിച്ചത്. ഒന്നാലോചിച്ചു നോക്കിക്കേ, നിങ്ങളൊരു സമൂഹത്തിന്റെ നിയമങ്ങളുണ്ടാക്കുകയാണ്. പക്ഷെ ആ സമൂഹത്തിൽ നിങ്ങൾ പണക്കാരനായിരിക്കുമോ, പാവപ്പെട്ടവനായിരിക്കുമോ, ഉയർന്ന ജാതിക്കാരനായിരിക്കുമോ, താഴ്ന്ന ജാതിക്കാരനായിരിക്കുമോ, എന്ത് കഴിവുകളാണ് നിങ്ങൾക്കുണ്ടാവുക എന്നൊന്നും ഒരു പിടിയുമില്ല. ഒരു കേക്ക് മുറിക്കുന്ന ആൾക്കറിയാം അവസാനത്തെ കഷ്ണം തനിക്കായിരിക്കുമെന്ന്. അപ്പോൾ അയാൾ എന്തു ചെയ്യും? എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ മുറിക്കാൻ നോക്കുമല്ലേ? അതുപോലെ തനിക്കെന്ത് സംഭവിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ആരും റിസ്ക് എടുക്കില്ല. എല്ലാവർക്കും ഒരുപോലെ ഗുണകരമായ നിയമങ്ങളെ ഉണ്ടാക്കൂ. അപ്പോ ഈ ചിന്താപരീക്ഷണം എങ്ങനെയാണ് നടക്കുന്നത്? സ്റ്റെപ്പ് 1, നിങ്ങൾ ആ അദൃശ്യമായ മറയ്ക്ക് പിന്നിലേക്ക് പോകുന്നു. സ്റ്റെപ്പ് 2, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ കഴിവുകൾ എല്ലാം മറക്കുന്നു. നിങ്ങൾ വെറുമൊരു മനുഷ്യൻ മാത്രം. സ്റ്റെപ്പ് 3, ആ ഒരു ശുദ്ധമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആ പുതിയ സമൂഹത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ തിരഞ്ഞെടുക്കുന്നു. സ്വാർത്ഥതയില്ലാത്ത ആ നിമിഷത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ തീർച്ചയായും എല്ലാവർക്കും വേണ്ടിയുള്ളതായിരിക്കും. റോൾസ് പറയുന്നത് ഈ അജ്ഞതയുടെ മറയ്ക്ക് പിന്നിൽ നിന്ന് ആരും ഒരു റിസ്ക് എടുക്കില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ രണ്ട് പ്രധാന തത്വങ്ങൾ ഉറപ്പാക്കും. ഒന്ന്, എല്ലാവർക്കും തുല്യമായ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ. കാരണം നമ്മൾ ആരായിത്തീർന്നാലും ആ സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടിവരും. 2, സമൂഹത്തിൽ അസമത്വങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന്റെ ഗുണം സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവർക്ക് കൂടി കിട്ടണം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ അസമത്വം ന്യായീകരിക്കാൻ പറ്റൂ. ശരി, ഇനി നമുക്ക് റോൾസിന്റെ ആ സാങ്കല്പിക ലോകത്ത് നിന്ന് നേരെ ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ അനുഭവങ്ങൾ കെട്ടിപ്പടുത്ത ലോകത്തേക്ക് വരാം. റോൾസ് ഒരു പെർഫെക്റ്റ് തിയറി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അംബേദ്കറിന്റെ ചിന്ത മുഴുവൻ നിലവിലുള്ള അനീതികളെ എങ്ങനെ തകർക്കാം എന്നതിലായിരുന്നു. അംബേദ്കറിന്റെ ചിന്തയുടെയെല്ലാം ആണിക്കല്ല് ഈ 3 വാക്കുകളാണ്: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവ 3ഉം ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർപെടുത്താൻ പറ്റാത്തവയാണ്. ഇവ ഒരുമിച്ചു നിന്നാൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യവും നീതിയും ഉണ്ടാകൂ. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലാതായാൽ മറ്റേതും തകർന്നു വീഴും. അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നീതിക്ക് മുന്നുള്ള ഏറ്റവും വലിയ മതിൽ ജാതി വ്യവസ്ഥയായിരുന്നു. മനുഷ്യരെ പല തട്ടുകളായി തിരിക്കുന്ന ഈ വ്യവസ്ഥയെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ഇന്ത്യയിൽ യഥാർത്ഥ നീതി കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു.
അംബേദ്കറിന്റെ നീതി എന്ന സങ്കല്പം തുടങ്ങുന്നത് തന്നെ സമൂഹത്തിൽ നിന്നാണ്. അദ്ദേഹം വാദിച്ചു, സാമൂഹിക സമത്വമില്ലാതെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ടോ സാമ്പത്തിക പുരോഗതി കൊണ്ടോ ഒരു കാര്യവുമില്ല. അതിനാദ്യം ജാതി എന്ന സാമൂഹിക തിന്മയെ വേരോടെ പിഴുതെറിയണം. അതിനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ടാണ് അദ്ദേഹം ഭരണഘടനയെ കണ്ടത്. പക്ഷേ നിയമങ്ങൾ മാത്രം പോരല്ലോ. മനുഷ്യർക്കിടയിലുള്ള ഈ മതിലുകൾ തകർക്കാൻ സാഹോദര്യമെന്നൊരു ശക്തമായ വികാരം കൂടി വേണം. അപ്പോ നോക്കൂ, റോൾസിന്റെയും അംബേദ്കറിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു: നീതി നിറഞ്ഞ ഒരു സമൂഹമുണ്ടാക്കുക. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് അവർ തെരഞ്ഞെടുത്ത വഴികളോ? അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാം. ഇതിലെ പ്രധാന വ്യത്യാസം അവരുടെ തുടക്കത്തിലാണ്. റോൾസ് തുടങ്ങിയത് ഒരു ഐഡിയൽ ലോകത്തു നിന്നാണ്. ഒരു ന്യായമായ സമൂഹം തിയറിയിൽ എങ്ങനെയായിരിക്കണം എന്നദ്ദേഹം ചിന്തിച്ചു. എന്നാൽ അംബേദ്കറോ? അദ്ദേഹം തുടങ്ങിയത് നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ്. ജാതി വിവേചനം പോലുള്ള നിലവിലുള്ള അനീതികളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം. അവരുടെ ഈ സമീപനങ്ങളിലെ വ്യത്യാസം ഓരോ മേഖലയിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിയമത്തിന്റെ കാര്യം നോക്കാം. റോൾ ശ്രദ്ധിച്ചത് ന്യായമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിലാണ്. എന്നാൽ അംബേദ്കറുടെ ഊന്നൽ നിലവിലുള്ള വിവേചനപരമായ നിയമങ്ങൾ എടുത്ത് കളയുന്നതിലായിരുന്നു. രാഷ്ട്രീയത്തിൽ റോൾസ് തുല്യ അവസരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ സംസാരിച്ചത് യഥാർത്ഥ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. സാമൂഹികമായി റോൾസിന് തുല്യ അവസരങ്ങൾ മതിയായിരുന്നു. എന്നാൽ അംബേദ്കറിന് ജാതിയുടെ ഉന്മൂലനമല്ലാതെ വേറൊരു വഴിയുണ്ടായിരുന്നില്ല. സാമ്പത്തിക കാര്യങ്ങളിലും ഈ വ്യത്യാസം വ്യക്തമാണ്. പിന്നോക്കക്കാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാൽ മതിയെന്ന് റോൾസ് കരുതിയപ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന തന്നെ കൊടുക്കണമെന്ന് അംബേദ്കർ ശക്തമായി വാദിച്ചു. അപ്പോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് വന്ന ഈ ആശയങ്ങൾക്ക് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത്? സംവരണം മുതൽ സാമൂഹിക നീതിയെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ എല്ലാ ചർച്ചകളിലും നമ്മൾ കേൾക്കുന്നത് ഒരു തരത്തിൽ റോൾസിന്റെയും അംബേദ്കറിന്റെയും ചിന്തകളുടെ പ്രതിധ്വനികളാണ്. അതുകൊണ്ടുതന്നെ ഈ രണ്ട് കാഴ്ചപ്പാടുകളും മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ജോൺ റോൾസ് നമുക്ക് തരുന്നത് ഒരു ന്യായമായ സമൂഹത്തിന്റെ മികച്ച ഒരു ബ്ലൂ പ്രിന്റ് അഥവാ ഒരു രൂപരേഖയാണ്. ഒരു ഐഡിയൽ സമൂഹം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഒരു ചിത്രം. എന്നാൽ ഡോക്ടർ അംബേദ്കർ നമുക്ക് തരുന്നത് നിലവിലുള്ള അനീതികളോട് പോരാടാനുള്ള ഒരു ബാറ്റിൽ പ്ലാൻ അഥവാ ഒരു പോരാട്ട പദ്ധതിയാണ്. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്: നീതി നിറഞ്ഞൊരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്കെന്താണ് കൂടുതൽ വേണ്ടത്? റോൾസ് നൽകുന്നതുപോലെയുള്ള ഒരു പെർഫെക്റ്റ് ബ്ലൂ പ്രിന്റാണോ? അതോ അംബേദ്കർ നൽകുന്നതുപോലെയുള്ള ഒരു പ്രായോഗികമായ ബാറ്റിൽ പ്ലാനാണോ? ഒരു പക്ഷേ ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാടും അവിടെ എത്താനുള്ള ഒരു പോരാട്ടവീര്യവും നമുക്ക് ഒരുപോലെ ആവശ്യമായിരിക്കാം. നിങ്ങളെന്തു പറയുന്നു?